ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഹാർട്ട് നിങ്ങൾക്ക് ഇരുന്നോട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണ്. നമ്മൾ ക്യാരറ്റ് ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഗായ്സ്. അപ്പോൾ ഇത് ചീൻചട്ടി എന്നും പറയും, ചിലവിടെ തവ എന്ന് പറയും, ഓരോരുത്തരുടെ നിങ്ങളുടെ അവിടെ എന്താണ് പറയുന്നത് അറിയില്ല. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഗ്യാസ് കത്തിക്കുന്നുണ്ട്. ഗ്യാസ് കത്തിച്ചിട്ട് നമ്മൾ ആ ചീനച്ചട്ടി നമ്മൾ അടുപ്പത്തെടുത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ പ്രോസസ്സ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റ് ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം പാൽ ഒഴിക്കുന്നുണ്ട്. 1/2 ലിറ്റർ പാലാണ് ഒഴിക്കുന്നത്. തിക്ക് പാലാട്ടോ ഒഴിക്കുന്നത്. പിന്നെ അതിന് ശേഷം 2 ചെറിയ ഗ്ലാസ്സിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് എന്തിനാണ് ചേർത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1/2 ലിറ്റർ ധാരാളമാണ് ഞാൻ എടുക്കുന്ന ക്വാണ്ടിറ്റി, ക്യാരറ്റിൻ്റെ ക്വാണ്ടിറ്റി കേട്ടോ. ക്യാരറ്റ് വന്നിട്ട് ഒരു 350 ഗ്രാംസ് ഉണ്ട് കേട്ടോ ക്യാരറ്റ്. അപ്പോൾ അതാണ് നമ്മളിതിൽ ഇടാൻ പോകുന്നത്. അതിനനുസരിച്ച് 1/2 ലിറ്റർ പാൽ, തിക്ക് പാൽ, മിൽമൻ്റെ തിക്കായിട്ടുള്ള പാലാണ്. അതിൽ 2 ചെറിയ ഗ്ലാസ് ഞാൻ ചേർത്തുന്നുണ്ട് വെള്ളം. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ക്യാരറ്റ് എടുത്ത് ഇടുന്നുണ്ട്. ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പാല് യൂസ് ചെയ്യില്ല. ചിലവർ വെള്ളത്തിൽ തന്നെ ആയിരിക്കും വേവിച്ചെടുക്കാറ്. ചിലർ കുക്കറിൽ ഉണ്ടാക്കുന്നവരുണ്ടാവും. എനിക്ക് വന്നിട്ട് ഈ ക്യാരറ്റിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് എനിക്കിഷ്ടമാണ്. പക്ഷേ എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ ക്യാരറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ പാലിൽ മാക്സിമം കുക്ക് ചെയ്തെടുക്കണം. പാൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് പാൽ കിടന്നിട്ട് തന്നെ അത് വെന്ത് വരുമ്പോൾ ആ ഒരു ക്യാരറ്റിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇഷ്ടമില്ലാത്തൊരു കുറേ പേരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഈ മെത്തേഡിൽ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ വന്നിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടമുള്ളത്. പിന്നെ നമ്മൾ പാലിങ്ങനെ കുറുകി വെന്ത്, ക്യാരറ്റും പാലും കൂടി ഒരു കുറുകി വെന്ത് വരുന്ന ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഇങ്ങനെ ഒന്ന് വെറ്റിയിട്ട് ഇതുപോലൊരു പരുവത്തിലായി കിട്ടും. അപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമ്മൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യൊക്കെ നമുക്ക് ഓപ്ഷനാണ്. ചിലർക്ക് നെയ്യ് ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ 1 സ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് വന്നിട്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് കേട്ടോ. അപ്പോൾ വലിയ നമുക്ക് എന്താ പറയുക, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നെയ്ക്ക് ഭയങ്കര സ്ട്രോങ് സ്മെല്ലാണ്. ഇതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഭയങ്കരമായ ഒരു സ്ട്രോങ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നല്ല മൈൽഡായിട്ടുള്ള ടേസ്റ്റും സ്മെല്ലും ആയിരിക്കും. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഹൽവൻ്റെ കുക്കിംഗ് പണിയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത് വന്നിട്ട് നമ്മൾ ബൗളിലേക്ക് അതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ട് നമ്മൾ ഫൈനലായിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് ഡെക്കറേഷൻ പരിപാടികൾ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ നട്ട്സ്, ആൽമണ്ട്, കാഷ്യൂ, അങ്ങനെ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണുള്ളത് പറഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് ചെറിയ ചൂടോട് വേണമെങ്കിൽ കഴിക്കാം, ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. എങ്ങനെ കഴിച്ചാലും ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് ഓരോരുത്തർ ടേസ്റ്റിനനുസരിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ കൂൾ ചെയ്തിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ചൂടോടെ തന്നെ കഴിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടോടെ തന്നെ കഴിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവം ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഞാൻ ഉണ്ടാക്കി കഴിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതിൻ്റെ സ്മെല്ലും ഭയങ്കര മൈൽഡായിട്ട് നെയ്യൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒട്ടിപൊളി. എനിക്കിപ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ ബൈ.